ആഗോള കത്തോലിക്ക സഭയുടെ 267ാമത്തെ ഇടയനായ ലയോ 14 മാർപ്പാപ്പയുടെ മാർപ്പാപ്പ ആയതിനു ശേഷമുള്ള ആദ്യത്തെ ബലിയർപ്പണം സിസ്റ്റൈൻ ചാപ്പലിൽ വെച്ച് നടന്നു. അതിൽ വോട്ടവകാശമുള്ള കർദിനാൾമാരാണ് പ്രധാനമായും പങ്കെടുത്തത്. പൊതുജനത്തിന് അത് തുറന്നിട്ടിട്ടില്ലായിരുന്നു. ഈ ലയോ 14 മാർപ്പാപ്പ ഈ ദിവ്യബലിക്കായി എത്തിയത് കറുത്ത ഷൂ അണിഞ്ഞുകൊണ്ടാണ്. പാരമ്പര്യമായി മാർപ്പാപ്പമാർ ഇലക്ട് ചെയ്യപ്പെടുമ്പോൾ ചുമന്ന നിറത്തിലുള്ള വെൽവെറ്റ് പോലെയുള്ള ഒരു ഷൂ ധരിച്ചിട്ടാണ് വരിക. എന്നാൽ ഫ്രാൻസിസ് മാർപ്പാപ്പയും കറുത്ത ഷൂ, ഓർത്തോപെഡിക് ഷൂ ധരിച്ചുകൊണ്ടാണ് മാർപ്പാപ്പയതിനു ശേഷം പുറത്തു വന്നത്. അതുപോലത്തെ ആ ഒരു പാരമ്പര്യം ഉൾക്കൊണ്ട് തന്നെയാണ് പുതിയ മാർപ്പാപ്പയും വന്നിരുന്നത്. മാത്രമല്ല, മാർപ്പാപ്പയായതിനു ശേഷം ആദ്യമായി ലയോ 14 മാർപ്പാപ്പ പുറത്തേക്ക് ഇറങ്ങിയത്, വത്തിക്കാനിൻ്റെ വാളുകൾക്കപ്പുറം പുറത്തേക്ക് ഇറങ്ങിയത് ഹോളി സീയുടെ പാലസിൽ താൻ മാർപ്പാപ്പയാകുന്നതിന് മുമ്പ് താമസിച്ചിരുന്ന സ്ഥലത്ത് ചെന്ന് അവരെ സന്ദർശിക്കുകയും അവരോട് സൗഹൃദ സംഭാഷണം പറയുകയും അവരെ ആശീർവദിക്കുകയും ചെയ്തിരുന്നു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, റോമൻ ക്യൂരിയയുടെ ഉത്തരവാദിത്തമുള്ള ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതോടൊപ്പം തന്നെ സെക്രട്ടറിമാർ, അതോടൊപ്പം തന്നെ ഇപ്പോൾ വത്തിക്കാനിൽ വിവിധങ്ങളായ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്നവരുടെ ഉത്തരവാദിത്തം അതുപോലെ തന്നെ താൽക്കാലികമായി തുടരുമെന്ന് തന്നെയാണ് പരിശുദ്ധ പിതാവ് ലയോ 14 മാർപ്പാപ്പ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും മറ്റൊരു തീരുമാനം വരുന്നത് വരെ അവർ തന്നെയായിരിക്കും ആ ഉത്തരവാദിത്തങ്ങളെല്ലാം തുടർന്നു കൊണ്ടുപോകുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് പുതിയ വാർത്താക്കുറിപ്പിലൂടെ നമുക്ക് അറിയുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ലയോ 14 മാർപ്പാപ്പ വീണ്ടും പൊതുജനങ്ങളെ കാണുവാനായിട്ട് വരുന്നത് ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി റെജീന പ്രാർത്ഥന ചൊല്ലുവാൻ വേണ്ടിയിട്ടായിരിക്കും. ആ സമയങ്ങളിൽ മാർപ്പാപ്പയുടെ ആശീർവാദം സ്വീകരിക്കുവാനായി വത്തിക്കാൻ ചത്തുരത്തിലും മാധ്യമങ്ങളിലൂടെയും ജനങ്ങൾക്ക് അവസരം ലഭിക്കുന്നതായിരിക്കും. അതിനുശേഷം തിങ്കളാഴ്ച 12-ാം തീയതി കാലത്ത് 10 മണിക്ക് പോൾ ദ 6th ഹാളിൽ ലോകം മുഴുവനും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ രോഗവും അതോടൊപ്പം തന്നെ മരണവുമായി ബന്ധപ്പെട്ട് ലോകം മുഴുവനും വന്ന ജേർണലിസ്റ്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നതാണ്. ഒരുപക്ഷെ മാർപ്പാപ്പയായതിനു ശേഷം അദ്ദേഹം ആദ്യമായി പൊതുജനങ്ങളെ കാണാൻ പോകുന്ന ആദ്യത്തെ മീറ്റിങ്ങും ഇതുതന്നെയായിരിക്കും. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, വത്തിക്കാൻ സ്ക്വയറിൽ പൊതുജനങ്ങൾ വളരെ സന്തോഷത്തിലും ത്രില്ലിലുമാണ് പുതിയ മാർപ്പാപ്പയെ കിട്ടിയതിൻ്റെ. അതോടൊപ്പം തന്നെ ജൂബിലിയുടെ തീർത്ഥാടകർ അവരുടെ തീർത്ഥാടനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സിസ്റ്റൈൻ ചാപ്പൽ എപ്പോൾ പൊതുജനത്തിനായി തുറക്കുമെന്ന് കൃത്യമായി അറിവായിട്ടില്ല. ഏതായിരുന്നാലും വത്തിക്കാൻ മ്യൂസിയം തുറന്നിട്ടിരിക്കുന്നു. തീർത്ഥാടകർക്കും ഇവിടെ വരുന്നവർക്കും മ്യൂസിയത്തിൽ പ്രവേശിക്കുവാനുള്ള അവസരമുണ്ട്. സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക തുറന്നിട്ടിരിക്കുന്നു. തീർത്ഥാടകർ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലും ഹോളി ഡോറിൽ തീർത്ഥാടനവുമായി വരുന്നവർ പതിവ് പോലെ പ്രാർത്ഥനാ നിർഭരമായി ആ പിൽഗ്രിമേജ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ മാർപ്പാപ്പ ലയോ 14 മാർപ്പാപ്പയുടെ മറ്റ് ഒഫീഷ്യലായിട്ടുള്ള പൊതുപരിപാടികളെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഈ ദിവസങ്ങളിൽ ലഭ്യമാകുന്നതാണ്. പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന 267ാമത്തെ മാർപ്പാപ്പയായ ലയോ 14 മാർപ്പാപ്പയ്ക്ക് വേണ്ടി നമുക്ക് ഈ ദിനങ്ങളിൽ പ്രത്യേകമായി നമ്മുടെ പ്രാർത്ഥന തുടരാം. തിരുസഭയെ കൂടുതൽ ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് പോകാൻ തക്കവിധം നമ്മുടെ പുതിയ ഇടയനിലൂടെ സഭയ്ക്ക് കൂടുതൽ നന്മകൾ വരട്ടെ എന്നും സഭയിലൂടെ ലോകം മുഴുവനും അദ്ദേഹം ആശംസിച്ചതും ആഗ്രഹിച്ചതും പോലെ തന്നെ സമാധാനം സ്ഥാപിതമാകട്ടെ എന്നും യുദ്ധങ്ങൾ നിലയ്ക്കട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതിനായി നമ്മുടെ പുതിയ നല്ല ഇടയൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കൃപകൾ ലഭിക്കുവാൻ വേണ്ടി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി മറ്റൊരു മരിയൻ പോപ്പായ ലയോ 14 മാർപ്പാപ്പയ്ക്ക് കരുത്ത് ലഭിക്കട്ടെ എന്ന് നമുക്ക് പരിശുദ്ധ അമ്മ വഴി പ്രാർത്ഥിക്കുകയും ചെയ്യാം. വത്തിക്കാൻ സ്ക്വയറിൽ നിന്നും ഫാദർ ജോജി പോളിനോടൊപ്പം ഫാദർ ജോബി പോൾ.